എന്തെങ്കിലും വിശേഷ ദിവസങ്ങളുള്ളപ്പോഴും വിരുന്നുകാർ വരുമ്പോഴുമൊക്കെ അവർ ഇതുണ്ടാക്കാറുണ്ട്. കല്യാണ സദ്യയ്ക്കൊക്കെ ഈ കൂട്ടുകറി തീർച്ചയായിട്ടും കാണും. ഇത് വളരെയധികം ടേസ്റ്റുള്ളതാണ്. ഹലോ ഫ്രണ്ട്സ്, കെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു കൂട്ടുകറി ഉണ്ടാക്കാം. ഇതിൻ്റെ പേര് ഉന്ധിയു എന്നാണ്. ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. 4 ഉരുളൻകിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞത്, 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കാബേജ്, നീളമുള്ള 10-15 പച്ചപ്പയർ, 8-10 കോവയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞത്, അമരയ്ക്ക, 1 കഷ്ണം ചുരയ്ക്ക, 2 വഴുതനങ്ങ, 1 പച്ചമുളക്, ഇതെല്ലാം ചെറുതായിട്ട് അരിയണം. ഇനി നമുക്കൊരു കുക്കർ അടപ്പേ വെച്ച് അതിൽ 100 ഗ്രാം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് ചൂടാകുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. 1/2 ടീസ്പൂൺ ജീരകം, സ്വല്പം കറിവേപ്പില, ഇതെല്ലാം കൂടി അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. സ്വല്പം കായം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ആ തക്കാളി മാത്രം ചേർത്ത് കൊടുത്ത് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല കൂട്ടുകറിയാണ്. തക്കാളി നന്നായിട്ട് വഴന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ആ കഷ്ണങ്ങളെല്ലാം അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ വെക്കേഷന് നാട്ടിൽ പോയിട്ട് ഇപ്പോഴാണ് തിരിച്ച് ഗുജറാത്തിലേക്ക് വന്നത്. അതുകൊണ്ട് ഇനി വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പികളും പലഹാരങ്ങളും ഒക്കെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ എല്ലാ കഷ്ണങ്ങളും അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇവയെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് 2 ഗ്ലാസ് ചെറിയ ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് കുക്കർ അടച്ച് 2 വിസിൽ കൊടുത്ത് വേവിക്കാം. അത് വേകുന്ന സമയം കൊണ്ട് നമുക്കൊരു പാത്രത്തിൽ കുറച്ച് കടലമാവ് എടുക്കാം. എന്നിട്ട് അതിലേക്ക് സ്വല്പം മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ വെളുത്തുള്ളി ചട്നി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ നാരങ്ങാ നീര്. ഇത്രയും ചേർത്തതിന് ശേഷം ഇനി നമുക്ക് അതിലേക്ക് ഒരു 5 ടീസ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്വല്പം വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം കൂടി പോകരുത്, കുറച്ച് വെള്ളം മാത്രമേ അതിലേക്ക് ഒഴിക്കാവൂ. ഇപ്പോൾ നമ്മുടെ കുക്കറിൽ വിസിൽ വന്നു കഴിഞ്ഞു. ഇനി നമ്മൾ ആ കുഴച്ചെടുത്ത കടലമാവ് നമ്മൾ ചെറിയ ഉരുളകളായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇനി നമുക്കൊരു പാൻ അടപ്പേ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് നന്നായിട്ട് ചൂടാകുമ്പോൾ നമ്മൾ ആ ഉരുട്ടി വെച്ചിരുന്നതെല്ലാം ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കത് വറുത്ത് കോരിയെടുക്കാം. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ആ പച്ചക്കറിയിലേക്ക് അത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ നാരങ്ങാ നീരും കൂടി ഒഴിച്ച് നമുക്ക് ആ കുക്കർ നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് 1 പ്രാവശ്യം കൂടി 1 വിസിലടിച്ച് നമുക്ക് അത് ഇറക്കിയെടുക്കാം. ഇത് ഗുജറാത്തികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൂട്ടുകറിയാണ്. ഇപ്പോൾ നമ്മുടെ ഉന്ധിയു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ കണ്ടതിന് താങ്ക് യു. ഇനി ഒരു നല്ല വീഡിയോയുമായി നമുക്ക് ഉടനെ തന്നെ കാണാം.